സോ ഇന്നത്തെ ഹിസ്റ്റോറിക്കൽ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്ന പെർഫോമൻസ് ആരുടെയാണെന്ന് അറിയാൻ ആകാംക്ഷയില്ലേ? ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം സന്ധ്യ ആൻഡ് വൈഗ. സൂപ്പർ അമ്മയും മകളും. സൈലൻസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരോട് സധൈര്യം പോരാടിയ ഒരു വീരവനിതയെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ആരുടെ പേര് പറയും? ഝാൻസി റാണി.
ആയോധന കലയിൽ പ്രാവീണ്യം നേടി ദേശാഭിമാനിയായ ആ സതീരത്നം തൻ്റെ കുഞ്ഞിനെ കുതിരപ്പുറത്ത് വെച്ചുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി ബ്രിട്ടീഷുകാരോട് അവസാന നിമിഷം വരെ പോരാടിയ യോദ്ധാവായിരുന്നു ഝാൻസി റാണി. ഇന്നെല്ലാ മേഖലകളും മുൻപന്തിയിൽ നിൽക്കുന്ന സ്ത്രീകളുടെ കരങ്ങൾക്ക് മാതൃരാജ്യത്തെ സംരക്ഷിക്കാനും വളർത്താനും കരുത്തുണ്ട്. രാജ്യസ്നേഹത്തിന്റെ ഉജ്ജ്വല പ്രതീകമായ ഝാൻസിമാർ നമ്മുടെ ഇടയിലും ഉണ്ടാവട്ടെ. മാം, കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കുതിരപ്പുറത്ത് വാളേന്തി പോർക്കളത്തിലേക്ക് പോകുന്ന ഝാൻസി റാണിയെ കാണാൻ പറ്റുമോ? ദേ നോക്കി. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് എന്തായാലും അവിടെ നിന്ന് കാണുമ്പോൾ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു നിങ്ങൾ ഈ ഹിസ്റ്റോറിക്കൽ റൗണ്ടിലൂടെ നമുക്ക് തന്നത്. അതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇനി ശ്വേതാജിയോട് ചോദിക്കാം. കറക്റ്റ്, നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. ചെറിയ ചെറിയ പോരായ്മകളില്ലാത്ത ഒരു ആൾക്കാരും ഇല്ല, അത് എന്തായാലും ഉണ്ട്. പക്ഷേ ഇറ്റ് വാസ് എ കംപ്ലീറ്റ്, എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്കും അതേ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടാവും. അത്ര നന്നായിട്ടാണ് നിങ്ങൾ ആ ഒരു സ്റ്റോറി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നെ നിങ്ങളുടെ ഫൈറ്റ്സ്, കൊറിയോഗ്രഫി, യുനോ ബ്യൂട്ടിഫുള്ളി ആ ഫൈറ്റ് വൈഗ നന്നായി ചെയ്തിട്ടുണ്ട്. അതെ, വൈഗ സൂപ്പർബായിരുന്നു. യുനോ പെർഫെക്റ്റ് ഹിസ്റ്റോറിക്കൽ റൗണ്ട് ആയിരുന്നു. ഇത് സോ ഗുഡ്. ഇങ്ങനെ ഇതിനൊക്കെ ബാക്കിൽ കുറെ ആൾക്കാരെ സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഈ നിമിഷത്തിൽ എനിക്ക് അവരോടൊക്കെ താങ്ക് യു പറയണം. ടീച്ചർ കഥ പറയുന്ന പോലെ വേണമെന്ന് ആരുടെ ഐഡിയ ആയിരുന്നു? കൊറിയോഗ്രാഫർ. അല്ല, അതന്നെ നല്ലൊരു ഐഡിയ ആയിരുന്നു. ബിക്കോസ് യൂഷ്വലി ഇതുവരെയ്ക്കും നമ്മൾ കണ്ടതെല്ലാം വോയിസ് ഓവർ ആണ്. ഈ വോയിസ് നമ്മൾ ഇതാണെങ്കിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. ബിക്കോസ് ആ ഒരു പ്രായത്തിലെ കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എപ്പോഴും ഒരു കാര്യം കേട്ടാൽ അപ്പോൾ വിഷ്വലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. അത് കഴിഞ്ഞ ഒരു കുട്ടി പറഞ്ഞു നമുക്ക് ഝാൻസിക്ക് റാണീനെ കുതിരപ്പുറത്തിരുന്ന് അത് കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞ അതൊരു കംപ്ലീറ്റ് സ്റ്റോറിയാണ് നിങ്ങൾ തന്നത്. ക്യാരക്ടറിന്റെ 100% നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നത്. ഈ റൗണ്ടിന് വരെ സൂപ്പർ. വൺ ഓഫ് ദ താങ്ക് യു. വെൽ